സമയത്ത് നമ്മുടെ ലവ് സ്റ്റോറി പിന്നെ കുറേ ഡൗട്ട്സൊക്കെ അവരിങ്ങനെ ചോദിച്ചിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വൈ നോട്ട് പോഡ്കാസ്റ്റ് എന്ന് വിചാരിച്ചു. അതുകൊണ്ട് കുറച്ചൊന്ന് എന്താ മസിൽ വിട്ട്. അപ്പം എങ്ങനെ നമ്മുടെ ലവ് സ്റ്റോറി പറഞ്ഞാലോ? അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് പുള്ളി എപ്പോഴും ഭയങ്കര ഫണ്ണി സ്റ്റോറീസ് ഒക്കെ ഇടുന്ന ആളാണല്ലോ. നല്ല തമാശക്കാരനാണല്ലേ നിങ്ങൾ. ഹരം കൊള്ളിക്കല്ലേ. എന്തായിരുന്നു അർജുന്റെ ഹ്യൂമർ സെൻസ് അല്ലാതെ എന്ത് ക്വാളിറ്റി കണ്ടിട്ടാണ് ഞാൻ ഇഷ്ടപ്പെട്ടതെന്ന് ചോദിക്കുന്നത്. റിലേഷൻഷിപ്പ് റിവീൽ ചെയ്ത സമയത്ത് ഇത്രയധികം ആളുകൾ ഇതിനെ എന്താ പറയുക മീംസ് ആക്കി മാറ്റും, ട്രോൾസ് ആക്കി മാറ്റും എന്നൊക്കെ ചിന്തിച്ചിരുന്നോ എന്നൊരു ചോദ്യം വന്നിരുന്നു. ആണോ? പിന്നെ ഇത്രയും മീംസ് ഒക്കെ ആക്കി മാറ്റും വിചാരിച്ചു. പിന്നെ കുറെ നാളിരുന്നു എല്ലാ വീഡിയോയിലും വന്നിട്ട് സിംഗിളാന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് അവസാനം ഫോട്ടോ അവര് വെറുതെ ഇരിക്കുവോ? അതായത് നമ്മൾ വീഡിയോസിലൊക്കെ കാണുമ്പോൾ കുറച്ച് എന്താ പറയുക ഔട്ട് ഗോയിങ് ആയിട്ടുള്ള ഭയങ്കര നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെ തോന്നും. പക്ഷെ റിയൽ ലൈഫിൽ അർജു ഇച്ചിരി ഇൻട്രോവേർട്ടാണ്. നല്ല രീതിക്ക് എന്നുവെച്ചാൽ ഫണ്ണായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അത് അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. എനിക്കും ചിരിയാവുന്നത് എല്ലാ ഡയലോഗും സിനിമ ഡയലോഗ് അല്ലാണ്ട് നീ ഇത് മറ്റേ അങ്ങനെ സീരിയസ് ആയിട്ടൊന്നും ആരുമില്ല. എടാ പൊട്ട നീ എങ്ങനെ എന്നാലും എന്റെ പൊട്ട നീ ഇതെങ്ങനെ? ഞാൻ ട്രൈ ചെയ്തിടാ ട്രൈ. എന്റെ ട്രൈ കണ്ട അവള് വീണു. ഞാൻ പോകുന്നു. ബൈ ബൈ.